എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പിനേഷൻ സ്കൂൾ കോഴ്സ് ജില്ലാ ട്രാൻസ്ഫറിന് ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കില്ല, അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് ഒന്നാമത്തെ ഓപ്ഷനാണ്, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുമോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണോ എടുക്കേണ്ടത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെയുള്ള സംശയങ്ങൾ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ആയിരിക്കില്ല. നിങ്ങൾക്ക് പിന്നീട് വരുന്ന സെക്കൻഡോ അല്ലെങ്കിൽ തേർഡോ ട്രാൻസ്ഫറിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. കാരണം സാധാരണഗതിയിൽ ഒന്നാമത്തെ ഓപ്ഷൻ വെക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സുമായിരിക്കും ഓപ്ഷൻസ് ആയിട്ട് വെക്കുക. ആ ഒരു ഓപ്ഷൻ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നാണ് ഈ ഒരു കരുതുക. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിൽ അപേക്ഷ നൽകാനുള്ള അവസരം ലഭിക്കാതിരിക്കുന്നത്. പിന്നീട് വരുന്ന സെക്കൻഡോ തേർഡോ ട്രാൻസ്ഫറുകളിൽ അപേക്ഷ നൽകാൻ അവസരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് ഫസ്റ്റ് ട്രാൻസ്ഫറിനൊക്കെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ മാത്രം നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ മുതൽ അപേക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ തേർഡ് ട്രാൻസ്ഫറിലായിരിക്കും നിങ്ങൾക്ക് അവസരം തരിക. ആ കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷിക്കേണ്ടതുണ്ടോ, അതുപോലെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ മാറാനായിട്ട് നിങ്ങൾ തയ്യാറാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ചില വിദ്യാർത്ഥികൾ സുഹൃത്തുക്കൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നത് കണ്ടായിരിക്കും ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടും, നിങ്ങളുടെ സുഹൃത്തിന് ട്രാൻസ്ഫർ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും അത് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പുതിയ ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ കോഴ്സിലേക്ക് നിങ്ങൾ മാറേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ കിട്ടുന്ന അലോട്ട്മെൻറ്റും റദ്ദ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ട്രാൻസ്ഫർ എനിക്ക് ആവശ്യമാണോ, അതുപോലെ നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഞാൻ ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും തന്നെയാണ് ഓപ്ഷൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഓപ്ഷൻസ് മാറിപ്പോവാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് സ്കൂളും കോഴ്സും ഓപ്ഷൻ വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത്. അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നിവയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിലേക്കോ കോഴ്സിലേക്കോ മാറേണ്ടതാണ്. അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട, അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് മാറുന്നതിനായിട്ട്, അതായത് സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറാൻ അവസരമുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതത് സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോം തരികയും ആ ഒരു ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സിഗ്നേച്ചറും ഇട്ടുകൊണ്ട് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ കോഴ്സിലേക്ക് മാറാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സാധാരണഗതിയിൽ ഒന്നുകിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റില്ല തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമായിരിക്കും ഉണ്ടാവുക. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുന്നതെങ്കിൽ വിദ്യാർത്ഥികളോട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാനായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് ഈ ഒരു ട്രാൻസ്ഫർ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുശേഷമായിരിക്കും വിദ്യാർത്ഥികൾക്കുള്ള ട്രാൻസ്ഫറിൻ്റെ അപേക്ഷയും വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ പെർമനന്റ് ആണോ ടെമ്പററി അഡ്മിഷനാണോ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് എടുക്കേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ട്രാൻസ്ഫർ വരികയാണെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനായിട്ട് തന്നെ നിങ്ങൾക്ക് തുടരാൻ സാധിക്കും. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് ട്രാൻസ്ഫർ ഉള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ ആ ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ വ്യക്തമായിരിക്കും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അപ്പോൾ അല്ലാതെ ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ പെർമനന്റ് അഡ്മിഷൻ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷമോ തേർഡ് അലോട്ട്മെന്റ് ശേഷമോ വിദ്യാർത്ഥികൾ എടുക്കേണ്ടതായിട്ട് വരാം. എന്നാൽ സാധാരണഗതിയിൽ മുൻ വർഷങ്ങളിൽ സെക്കൻഡ് അലോട്ട്മെന്റ് സമയത്ത് വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാനുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം തേർഡ് അലോട്ട്മെന്റ് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ ഹയർ സെക്കൻഡറിയിലേക്കോ ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആകെയുള്ള ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒന്നുകിൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് മാറാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ
നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാറാനും ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ ട്രാൻസ്ഫർ ഇല്ല. നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്ലിമെന്ററി കേട്ട അലോട്ട്മെന്റ് നിങ്ങൾ vhscap.kerala.gov.in എന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി അലോട്ട്മെന്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. അങ്ങനെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ സപ്ലിമെന്ററി ഘട്ടത്തിന് ശേഷം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിൽ അതായത് ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ ട്രാൻസ്ഫർ ഇല്ല. നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് അങ്ങനെ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഒരു സ്കൂളിൽ ഇപ്പോൾ ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷിച്ചു അല്ലെങ്കിൽ കോഴ്സിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അപേക്ഷിച്ച ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, പക്ഷേങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ അഡ്മിഷൻ തുടരും. ആ ഒരു അഡ്മിഷൻ നഷ്ടമാകുന്നതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.